ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം 4-ാം മൈലിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം സ്വദേശി ജെറിനാണ് മരിച്ചത്. ദിവ്യ, നവ്യ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകട സ്ഥലത്ത് സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്താണ് സംഭവിച്ചത്? കനത്ത മഴയാണോ അപകടത്തിന് കാരണം? ഈ പരിക്കേറ്റിരിക്കുന്നവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് സുബിൻ? ഗൗതം, ഇന്ന് പുലർച്ചെ 6 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കട്ടപ്പന ഭാഗത്തേക്ക് പോന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ താഴ്ചയാണ്. ഈ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. താഴെ കൂടെ ഒരു ആറ് ഒഴുകുന്നുണ്ട്. ഈ വാഹനം, നിയന്ത്രണം വിട്ട വാഹനം ഈ കെട്ടിലിടിച്ച ശേഷം തോട്ടിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് ഈ മുകളിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആദ്യം ഇവിടെ എത്തുന്നത്. തുടർന്ന് നാട്ടുകാരും ചേർന്ന് ഈ വാഹനത്തിലുണ്ടായിരുന്നവരെ പുറത്തെത്തിക്കുകയായിരുന്നു. 5 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം സ്വദേശികളായ ജെറിൻ, അതുപോലെ തന്നെ ദിവ്യ, നവ്യ, അജിൻ, പിന്നെ 5 വയസ്സുള്ളൊരു കുട്ടി എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ തിരുവനന്തപുരം സ്വദേശിയായ ജെറിനാണ് മരിച്ചത്. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗുരുതരമായി പരിക്കേറ്റ ദിവ്യ, നവ്യ എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അജിന് സാരമായ പരിക്കുകളുണ്ട്. ഇദ്ദേഹത്തെ പീരുമേട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിക്ക് പരിക്കുകളില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് പുലർച്ചെ മുതൽ ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും ചെറിയ ചാറ്റൽ മഴകളുണ്ട്. ഈ മഴയത്ത് വാഹനം തെന്നി മാറിയതാണോ അതോ വാഹനം ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണോ അപകടത്തിന് കാരണം ആയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കുകയാണ്. എന്തായാലും പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്.